everyone, welcome back to another video. ഡോറ പുജി രണ്ടുപേരും കൂടെ എങ്ങനെ പോകണമെന്നറിയോ? രാവിലെ 8 മണിയായിട്ടുണ്ട്. ഞാനും ശാന്തിമാം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുപ്പൂർ തന്നെ ഒരു അറിയപ്പെടുന്ന ചിത്ര കലാകാരിയാണ്. ജയലളിതമ്മയുടെ കാലത്തൊക്കെ അവർക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ പറയാം, അതൊക്കെ കിടക്കട്ടെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എങ്ങനെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ദൂരെ കാണുന്ന ഒരു വലിയ ഫാക്ടറി, ഈ ഫാക്ടറി വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോർഡിൽ കാണാൻ നിങ്ങൾക്ക് മിൽക്കി മിൽക്കി മിസ്റ്റിൻ്റെ ഫാക്ടറി കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ഒരു 3 വർഷമായി നമ്മളിതിന് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രാവശ്യം ഓരോരോ കാരണങ്ങളായിട്ട് പറ്റില്ല. ഇപ്പം ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വലിയ പ്ലാന്റാണ്. ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇതുപോലെ മിൽക്ക് പ്രൊഡക്റ്റിൻ്റെ ഒരു ഇതാണ്, എന്താ പറയുക, പ്ലാന്റാണ് മിൽക്കി മിസ്റ്റ്. നമുക്ക് അറിയുന്ന, എനിക്ക് നേരിട്ട് അറിയാവുന്നതല്ല, നമ്മുടെ ചേച്ചിയിൽ അറിയുന്ന ഒരാളാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ഓണർ എന്ന് പറയുന്നത്. അവിടെ പോയത് നമ്മുടെ ബാഗ്, ഫോൺ എല്ലാവരും ഒരു വാങ്ങി വെച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാരണം ഉണ്ടായിരുന്നു. മിൽക്ക് പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പനീർ, ചീസ്, ബട്ടർ, നെയ്യ്, പിന്നെന്താ രസഗുള, ഷെയ്ക്ക്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് അവർ കഴിക്കാൻ നമുക്ക് തന്നു ഫ്രീ ആയിട്ട്. ഇതാണ് അതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ടയേർഡായി ഞങ്ങൾ തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് കാണാം, കിടന്നുറങ്ങാനൊക്കെ വിചാരിച്ചിട്ട് വീട്ടിൽ വന്ന് വാപ്പിയുടെ അടുത്ത്, ഓഫീസിൽ വാപ്പി ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് വാപ്പി പറഞ്ഞത്, ശരി വാ നമുക്ക് ഷോപ്പിങ്ങിന് പോകാമെന്ന്. വാപ്പിക്ക് ട്രാവലിനുള്ള ഒരു സാധനങ്ങളും ഇനിയും ചെയ്തിട്ടില്ല. സമയം 10 മണിയായിട്ടുണ്ട് കേട്ടോ. രാത്രിയിൽ ഞാൻ വിശന്നിരിപ്പാണ്, പക്ഷെ എന്നെയും കൂട്ടിയിട്ട് പോയിട്ടാണ് ഷോപ്പിങ്ങിന് പോകണത്, ദുഷ്ടൻ. എന്നിട്ട് എവിടെ കറങ്ങി നടന്നിട്ടും വാപ്പിക്ക് വേണ്ടതൊന്നും കിട്ടിയില്ല കേട്ടോ. ഓരോരോ കടകളായി കയറി ഇറങ്ങി നടക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ ആരാണ് ഷോപ്പിങ്ങിന് അധികം സമയം ചിലവാക്കുന്നതെന്ന്. അങ്ങനെ അവസാനം നമ്മൾ ഗ്രാസ്പിൽ വന്നിട്ടും വാപ്പിക്ക് വേണ്ട സാധനങ്ങളൊന്നും അങ്ങനെ കിട്ടിയില്ല. ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ഇങ്ങോർക്ക് അതിങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രം. എന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടി. ഈ പാൻറ്റാണ് കേട്ടോ. ഇത് പാൻറ്റായിട്ട് ട്രൗസറായിട്ട് രണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കുറേ നാളായി ഞങ്ങളിത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു ലക്കിന് കിട്ടി. പക്ഷെ അത് ഒരേ ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ, ഒരു കളറിലുണ്ടായിരുന്നുള്ളൂ. കുറേ തിരഞ്ഞു അതിന് വേണ്ടിയിട്ടും, പക്ഷേ നമുക്ക് ഇതൊന്നും കിട്ടിയുള്ളൂ. ശരി, കിട്ടിയത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് നമ്മളതിൻ്റെ ബില്ലൊക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി വാപ്പിക്ക്. അത് ഇട്ട് നോക്കലും അടിക്കലും കുട്ടികളുടെ മാതിരിയായിരുന്നു. ഇതിന് ഇട്ടിട്ടേ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങളത് ബില്ലൊക്കെ ചെയ്തിട്ട് തിരിച്ച് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് കേട്ടോ ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. ഞങ്ങൾ സ്കൂട്ടറിലാണ് പോയത്. സ്കൂട്ടറിൽ പോയി കീ എടുക്കാൻ നേരത്താണ് മനസ്സിലായത് നമ്മുടെ കീ എവിടെയോ മിസ്സായിട്ടുണ്ട് എന്ന്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്ത് ചെയ്യും, രാത്രി 10 മണിക്ക് മേലെ എല്ലാവരും ഷോപ്പൊക്കെ അടച്ചു പോവാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ വണ്ടിയുടെ കീ എവിടെയും കണ്ടോ എന്ന് ചോദിച്ചിട്ട് നടക്കുന്നത് കേട്ടോ. അവസാനം തെരഞ്ഞ് നമ്മുടെ ഷോപ്പിംഗ് ബാഗിൽ തന്നെ വാപ്പി ബില്ലിൻ്റെ കൂടെ അറിയാതെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കിട്ടിയപ്പോൾ സമാധാനത്തിൽ നമ്മൾ വീട്ടിലേക്ക് വന്ന് ബാക്കിയുള്ളതൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു വീഡിയോയിൽ കാണാം.